أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 17 ആയത്തുകളാണ് നാം ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അതിലവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യം, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല. ഏതൊരു സൃഷ്ടിപ്പിനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് വെറുതെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നെങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അല്ലാഹു ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു അതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ആയത്താണ് നമുക്ക് 18ാമത്തെ ആയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق. نقذف بالحق على الباطل فيدمغه فإذا هو زاهق. ولكم الويل مما تصفون. ولكم الويل مما تصفون. ولكم الويل مما تصفون. وله من في السماوات والأرض ومن عنده لا يستكبرون. وله من في السماوات والأرض ومن عنده لا يستكبرون. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. يسبحون الليل والنهار لا يفترون. 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 ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ബൽ നഖദിഫു. നഖദിഫു ഖാഫ് ഹുറൂഫുൽ ഖൽഖലിൽ പെട്ടതാണ്. ഖാഫിന് സുക്കൂനാണ്. അപ്പോൾ ഖാഫ് വെളിവാക്കി കനപ്പിച്ച് ഉച്ചരിക്കണം. നഖദിഫു. നഖദിഫു എന്നല്ല, നഖദിഫു. ദാലാണ്. നഖദിഫു ബിൽ ഹഖ്. ബിൽ ഹഖ് എന്നുള്ളത് അവിടെ ഹംസത്തുൽ വസ്ലാണ്. ബിൽ ഹഖ് അവിടെ നിർത്തുകയാണെങ്കിൽ ബിൽ ഹഖ് എന്നർത്ഥം. നിർത്തിയിട്ടില്ലെങ്കിൽ ബിൽ ഹഖ് അലൽ ബാത്തിലി. ബാത്തിൽ
ബാത്തിലല്ല, ബാത്തിലാണ്. ബാത്തിലും ബാത്തിലും വ്യത്യാസമുണ്ട്. ബാത്തിൽ ബുത്തൂൽ എന്ന് പറഞ്ഞാൽ ധീരൻ എന്ന അർത്ഥം. ബാത്തിൽ ബുത്തൂൽ. ബാത്തിൽ എന്ന് പറഞ്ഞാൽ മോശമായ അല്ലെങ്കിൽ ഇല്ലാത്ത ആൾ. എന്താ ആൾ ബാത്തിൽ എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ. അവിടെ ദാലാണ് ഹുറൂഫുൽ ഖൽഖിൽപ്പെട്ടതാണ്. ഐനല്ല ഗൈനാണ്. അവിടെ നിർത്തുമ്പം എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തണം. ആറിന് ഹുറൂഫുൽ ഖൽഖിലാണ്. വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. അവിടെ കുറച്ച് നീട്ടാം. തസിഫു എന്നുള്ള വഖഫിന്റെ അവിടെ മദ്ദസ്വരം എന്ന, അതുകൊണ്ട് കുറച്ച് നീട്ടി നിർത്താം. വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. തസിഫൂൻ എന്ന് നിർത്തേണ്ട ആവശ്യമില്ല. കുറച്ച് എന്ത് ചെയ്യാം, തസിഫൂൻ എന്ന് പറഞ്ഞിട്ട് നിർത്താം. അതേപോലെ തന്നെ വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. മൻ ഫിസ് സമാവാതി, മൻ ഫി എന്നല്ല, മൻ ഫിസ് സമാവാതി വൽ അർദ്. നിർത്തുമ്പോൾ വൽ അർദ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. ഇനി കൂട്ടിയതാണെങ്കിൽ വൽ അർദി വമൻ ഇൻദഹു. വമൻ ഇൻദഹു. അവിടെ രണ്ട് നൂനുണ്ട്, രണ്ട് സാക്കിനായ നൂനുണ്ട്. ഒരു സാക്കിനായ നൂന് ഇദ്ഹാർ ചെയ്യണം. ഏതാണത്? വമൻ എന്നുള്ള നൂന് എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കണം. ഇൻദഹു എന്നുള്ളതിന് എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല, വെളിവാക്കാൻ പാടില്ല. അവിടെ മനസ്സിട്ടതാണ് ഇൻദഹു. കാരണം ഇത് ഇദ്ഹാറിന്റെ അക്ഷരമല്ല, ദാല്. ലാ യസ്തക്ബിറൂൻ, ലാ യസ്തക്ബിറൂൻ. പിന്നെ നിർത്തുകയാണെങ്കിൽ ലാ യസ്തക്ബിറൂൻ നിർത്തണം. അല്ലെങ്കിൽ ലാ യസ്തക്ബിറൂന അൻ ഇബാദതി. അൻ ഇബാദതി എന്നല്ല, അൻ ഇബാദതി. നൂനെ വെളിവാക്കണം. അൻ ഇബാദതിഹി. വലാ യസ്തഹ്സിറൂൻ. യസ്തഹ് സീന് സുക്കൂനാണ്, ഹാന് സുക്കൂനാണ്. യസ്തഹ്സിറൂൻ അവിടെ കുറച്ചുകൂടി നീട്ടി നിർത്താം. യസ്തഹ്സിറൂൻ. അതുപോലെ തന്നെ യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. ഫതറ യഫ്തുറാണ്, ഫതറ യഫ്തറല്ല, ലാ യഫ്തുറൂൻ. താന് ദമ്മാണ്. യഫ്തുറൂൻ അതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, അള്ളാഹു ആകാശ ഭൂമികളെ വൃഥാവ് സൃഷ്ടിച്ചല്ല. ഒരു ലക്ഷ്യമുണ്ട് അള്ളാഹ്ക്ക്. ഇനി മാത്രമല്ല, അങ്ങനെ വല്ല പിന്നെ ലഹവനായിട്ട് സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമായിരുന്നു. അല്ലാഹുവിന് പല അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ സ്വീകരിക്കുക, അതല്ലെങ്കിൽ അള്ളാഹു അത് കഴുകമാശയെ സ്വീകരിക്കുക. ഏതായിരുന്നാലും അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിന് മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്, പെൺമക്കളുണ്ട് എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ബാത്തിലാണ്. എല്ലാ വാദങ്ങളും ബാത്തിലാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ലോകത്ത് ബാത്തിലിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല. ഇതൊരു പ്രധാനപ്പെട്ട തത്വം അള്ളാഹു ഈ ആയത്തിൽ പഠിപ്പിക്കാൻ. സത്യവും അസത്യവും ലോകത്തുണ്ടാവും. ഒരു പക്ഷേ സത്യത്തെക്കാൾ കൂടുതലായിരിക്കും എന്തുണ്ടാകുക. വലാ തുഅ്ജിബുക കസ്റത്തുൽ ഖബീസ് വലാ തസ്തവിൽ ഹസനത്തു വല പിന്നെ ഖബീസും അതുപോലെ തന്നെ നന്മയും തിന്മയും ഒരിക്കലും തുല്യാവില്ല. വലൗ ആജബക കസ്റത്തുൽ ഖബീസ്. ഖബീസിന്റെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാൽ ലോകത്ത് 98% എന്തെന്നെയാണ്? തിന്മല്ല, അസത്യല്ലേ. 2% മാത്രമേ സത്യം ഉണ്ടാവും. പക്ഷെ ഈ അസത്യത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിനെന്തുണ്ടാവില്ല? നിലനിൽപ്പുണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം തീയും പൊളിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസികളുള്ളതിലാണ് ക്രിസ്ത്യാനികൾക്കാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അതുപോലെ തന്നെയാണ് കണക്കൊക്കെ പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ വളർച്ച നോക്കുമ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ വിശ്വസിക്കാം.
ആ ഏറ്റവും വലിയ ബാത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ പുത്രനാണെന്നാണല്ലോ. അതാണ് അതിലും വലിയ ബാത്തിൽ വേറെ ഇല്ലല്ലോ. പക്ഷെ ആ ബാത്തിലെ തകർക്കാൻ ഈസാ നബി ഇവിടെ വരും. എന്നിട്ടെന്ത് ചെയ്യും? ഈസാ നബി കുരിശ് തകർക്കും. ഈസാ നബി വന്നിട്ട് ആദ്യം തകർക്കുക ഈ ത്രിയേകത്വത്തിന്റെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെയും ചിഹ്നമായ കുരിശിനാണ് ആര് തകർക്കുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തകർക്കണം. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ബാത്തിൽ ഒരു കാലഘട്ടത്തിലും നിലനിൽക്കണം. അതാണ് അള്ളാഹുവോട് പറഞ്ഞത്. ബൽ എന്നാൽ നഖ്ദിഫു ബിൽ ഹഖ്. ഖദഫ എന്ന് പറഞ്ഞാൽ ശരിക്ക് ചോക്കില്ലല്ലോ. സാധാരണ ഖദഫ എന്ന് പറഞ്ഞാൽ എറിയുക എന്നർത്ഥം. എറിയുക. ഈ വ്യഭിചാര ആരോപണം നടത്തുന്നതിനെ സംബന്ധിച്ച് ഖദഫ് തന്നെ ഖദഫുൽ മുഹ്സനാത്ത് എന്ന് സാധാരണ പറയാറുണ്ട്. ഖദഫുൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധകളായ സ്ത്രീകളെ സംബന്ധിച്ച് എന്ത് വ്യഭിചാര ആരോപണം നടത്തുക. അതാണ് ഖദഫ എന്ന് പറഞ്ഞത്. ഖദഫ എന്ന് പറഞ്ഞാൽ ശരിക്കും എറിയുക എന്നർത്ഥം. എറിയുക. ഖദഫ. ഖദഫ എന്ന് പറഞ്ഞാൽ ശരിക്കും എറിയുക എന്നർത്ഥം. അതായത് വ്യഭിചാര ആരോപണത്തിന് റമ്യും എന്നും പറയും സാധാരണ. കല്ലേറിനെ പറ്റിയാണ് സാധാരണ ഇത് പറയാം. അപ്പൊ നഖ്ദിഫു എന്ന് പറഞ്ഞാൽ നാം എറിയുന്നതാണ്. അള്ളാഹു പറയുന്നത് നാം എറിയുന്നതാണ്. ബിൽ ഹഖ്. ഹഖ് കൊണ്ട്. ഹഖ് കൊണ്ട് നാം എറിയുന്നതാണ്. ആരെ? അലൽ ബാത്തിലി. ബാത്തിലിന്റെ മേൽ. അപ്പൊ ബാത്തിലിനെ അള്ളാഹു എന്തെയും എറിഞ്ഞ് തകർക്കുന്നവർ. നഖ്ദിഫു നാം എറിയുന്നതാണ് ബിൽ ഹഖ്. ഹഖ് കൊണ്ട്. ഹഖ് കൊണ്ട് ആരെറിയും? അലൽ ബാത്തിൽ. അപ്പൊ ഹക്കിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. അപ്പൊ ഹഖ് ഒന്നേ ഉണ്ടാവുള്ളൂ, ബാത്തിൽ കുറെ ഉണ്ടാവും. അപ്പൊ എല്ലാ ബാത്തിലിനെയും അള്ളാഹു എന്തെയും എറിഞ്ഞ് തകർക്കും. എറിഞ്ഞ് തകർക്കുന്ന കല്ലെടുത്തെറിയണമെന്നില്ല. അതിനാണ് അമ്പിയാക്കന്മാരെ അയക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുർആൻ അയച്ച് നുബുവത്തുകള് എന്താ പറയാ, പ്രവാചകന്മാർക്ക് നുബുവത്ത് കൊടുത്തു, മുഅ്ജിസത്ത് കൊടുത്തു. ഇങ്ങനെ ബാത്തിലിനെ തകർക്കുന്ന ഒരു പ്രക്രിയ അള്ളാഹു ദുനിയാവിൽ നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാത്തിൽ പെടാതെ അധികകാലം നിലനിൽക്കുന്ന എന്ത് ചെയ്യണ്ട, ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്ഹിന്റെ അന്ന് കഅബ ശുദ്ധീകരിച്ചല്ലോ. എന്താ ചെയ്ത്? വിഗ്രഹങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് ഇട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോദി ആയത് ജാഹൽ ഹഖ് വസഹഖൽ ബാത്തിൽ. കണ്ടോ, അവിടെ ഹഖ് വന്നു, ബാത്തിൽ എന്ത് ചെയ്തു? തകർന്നു. അതാണ് ഫൈദാ ഹുവ സാഹിഖ് എന്ന് പറഞ്ഞത്. ഹഖ് എന്ന് പറഞ്ഞാൽ തകർന്നു പോവുക. അപ്പൊ ലോകത്ത് ഒരു ബാത്തിലുണ്ടെങ്കിൽ ആ ബാത്തില് തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടം എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാവും. അത് അള്ളാഹിന്റെ ഒരു പ്രക്രിയ. കാരണം ഹക്കിന് മാത്രമേ ഇവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അത് നമ്മൾ നോക്കി, ബാത്തിൽ എന്ന് പറഞ്ഞ കളവ് ബാത്തിലല്ല. ബാത്തിൽ എന്ന് പറഞ്ഞ എന്താ? കളവാണ്. ഇപ്പൊ ഒരാളൊരു കളവ് പറഞ്ഞാൽ, ലോകത്തൊരാളൊരു കളവ് പറഞ്ഞാൽ ആ കളവ് തകർക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. മനസ്സിലായോ? ഓൻ എന്നും കളവ് പറഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയില്ല. സാധാരണ വല്ലാത്ത പറയാറുണ്ട്, ഗർഭവും കളവും മറച്ചേക്കാൻ കഴിയില്ല. ഒരു പെണ്ണിന് പള്ളിണ്ടായി കുറച്ച് ഞാൻ എന്ത് ചെയ്യും? ഇതൊന്ന് പുറത്തു പോരൂലേ? അത് മനസ്സിലായി എന്തായാലും പള്ളിണ്ടായിന്. അതുപോലെ തന്നെയാണ് കളവ്. ഒരു കളവ് പറഞ്ഞ് പിടിച്ചിക്കിടന്ന് എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത കളവ് പറയേണ്ടി വരും. അപ്പൊ അടുത്ത കളവ് പിടിച്ചിക്കണ്ടേ അടുത്ത കളവ്, ഇങ്ങനെ കളവോട് കളവ് അവസാനം ഒക്കെ പൊളിഞ്ഞു പോകും. അത് അള്ളാന്റെ ഒരു പ്രക്രിയയാണ് ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ ഹക്കിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെങ്കിലും ഒരു ദിവസത്തിൽ ഹക്ക് എന്ത് ചെയ്യും? ഇവിടെ വെളിയിട്ടലും. അപ്പൊ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബാത്തിലുണ്ടെങ്കിൽ ആ ബാത്തിലിനെ ഹക്ക് കൊണ്ട് തകർക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു പ്രക്രിയ. ഇപ്പൊ മക്കം ഫത്തഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഗ്രഹങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയും ഏറ്റവും കൂടുതൽ
പ്രവാചകന് പ്രയാസമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് വരെ അതെന്ത് ചെയ്തു, സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതാണ് ബൽ നഖദിഫു ബിൽ ഹഖി അലൽ ബാത്തിൽ. ബാത്തിലിനെ നാം ഹക്ക് കൊണ്ട് എറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ബാത്തിൽ ഒരുപാടുണ്ടാവും. എന്നിട്ട് അല്ലാഹു പറയാണ് അങ്ങനെ എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫയദ്മഹുഹു. ഉറുദുവിൽ ദിമാഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ദിമാഗ് ഉറുദു പറഞ്ഞ ആൾക്കാരില്ല. ദിമാഗ് എന്ന് പറഞ്ഞാൽ തലച്ചോറ്. തുമക്ക് ദിമാഗില്ല. അപ്പൊ അത് അറബിയിലും ദമാഗ എന്ന് പറയും. ദിമാഗ് അറബിയിലും തലച്ചോറ് ദിമാഗ്. ഫയദ്മഹു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവന്റെ ദിമാഗ് തകർക്കും എന്ന് പറഞ്ഞാൽ ആ ബാത്തിലിന്റെ തലച്ചോറിന്റെയും ഈ ഹക്കണ്ട് തകർത്തുകൾ. സാധാരണ തലച്ചോറ് പോയ പിന്നെന്താ ഉണ്ടാകുക? ബാത്തിൽ കാര്യമില്ലേ അതാണ് ഫയദ്മഹു. ദമഹ എന്ന് പറഞ്ഞാൽ ദമഅ എന്ന് പറഞ്ഞാൽ അയിന് രണ്ട് വ്യത്യാസം കേട്ടോ. ദമഅ അതായത് പുള്ളിയുള്ളതും പുള്ളില്ലാത്ത വ്യത്യാസം. ദമഅ എന്ന് പറഞ്ഞാൽ കണ്ണുനീര് ഒഴുക്കി നടന്നു. ദമഅ എന്ന് പറഞ്ഞാൽ കണ്ണീര് വരുന്നതിനാണ് ദമഅ എന്ന് പറയുന്നത്. ഇത് ദമഅ എന്ന് പറഞ്ഞാൽ പുള്ളിട്ടാൽ തലച്ചോറിൻ്റെ ദമഅ. അപ്പൊ ഫയദ്മഹുഹു എന്ന് പറഞ്ഞാൽ ആ ഹക്ക് ആ ബാത്തിലിന്റെ ദിമാഗ് എന്ത് ചെയ്യും? തകർത്ത് കളയും. അതിന്റെ തലച്ചോറിന്റെ തകർത്ത് കളയും. ദിമാഗ് ഫയദ്മഹു. അപ്പൊ അത്രയും ശക്തമായ രീതിയിലാണ് അള്ളാഹു ബാത്തിലിനെ ഇവിടുന്ന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഹക്ക് കൊണ്ട് ബാത്തിൽ അടിക്കാൻ നിന്നാൽ പിന്നെ ബാത്തിൽ എന്തുണ്ടാവില്ല? നിലനിൽപ്പുണ്ടാവില്ല. മനസ്സിലല്ലേ? പിന്നെ ആ ബാത്തിൽ ഒരിക്കലും ജീവിക്കാത്ത രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക അവിടെ ഉണ്ടാകുക. അതാണ് ഫഇദാ ഹുവ. അപ്പോൾ അതാ ആ ബാത്തിൽ സാഹിഖുൻ. സാഹിഖുൻ എന്ന് പറഞ്ഞാൽ തകർന്നു പോകാം. അപ്പോൾ ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ. അതാണ് സാഹിഖ്. സഹഖ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയായി പോകുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് കൊണ്ട് ബാത്തിലിനെ എറിയുമ്പോൾ ആ ബാത്തിലിന്റെ തലച്ചോറ് അല്ലെങ്കിൽ ബാത്തിലിന്റെ ദിമാഗ് തന്നെ തകർന്നു പോകും. അതോടുകൂടി ബാത്തിൽ എന്ത് ചെയ്യും? ഇല്ലാതെയായിട്ടും. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യനെ ഒരു ബാത്തില് സാധാരണ എങ്ങനെ ഉണ്ടാകാറ്? ഏതെങ്കിലും ഒരുത്തന്റെ തലച്ചോറ് നല്ല ഉണ്ടാകുക. ഒരു ബാത്തിൽ ഇപ്പൊ എങ്ങനെ ഇവിടെ ഉണ്ടാകുക? ബാത്തിലായ വാദങ്ങൾ ഇപ്പൊ പടച്ചോന് മൊയ്തീശയല്ല, മറ്റേ ആരാണ് ചങ്ങായി അസിയമ്മയുടെ ഒരു പടച്ചോനാന്ന് പറഞ്ഞു. ആ ബാത്തിൽ പോടുന്നുണ്ടായത് ഒരുത്തന്റെ ദിമാകുന്നുണ്ടായത്. പക്ഷെ ഹക്കിന്റെ വെളിച്ചം കിട്ടുമ്പോൾ ഒരു തലച്ചോറ് എന്ത് ചെയ്യും? സാഞ്ഞു. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ പക്ഷെ അതിന് ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അസിയമ്മോട് ഒരു പടച്ചോനാന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അള്ള കടുത്ത് കൈകൊണ്ടല്ലേ എന്നാ. കാരണം അടിസ്ഥാന പ്രകാരം ചുരുക്കല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അള്ള എന്ന് പറഞ്ഞ ആൾക്കാരെ വരെ ന്യായീകരിക്കണവർക്ക് പിന്നെ മുസ്ലിംമാർ ഒരു പടച്ചോനാന്ന് പറഞ്ഞൊന്നും ന്യായീകരിക്കണമെന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സമുദായത്തിന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞമ്മക്ക് അള്ള മാത്രമേ പടച്ചോനുള്ളൂ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കൗമിനോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് എന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. മക്കത്തെ മുശ്രിക്കിനോട് പോലും നബി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേട് നബിക്കൊന്നുമില്ല. നമുക്ക് അള്ളാഹു ഇല്ലാത്തൊരു പടച്ചോണ്ട് പടച്ചോ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് മക്കത്തെ അബൂജഹലിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേട് ആർക്കൊന്നുമില്ല. ആ ഗതികേട് ഞമ്മക്കാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കൗമിന് ഇയാൾ പടച്ചോനല്ല, അള്ളാഹ് പടച്ചോനെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേട്. അതിനും ആയത്തോന്നും മനസ്സിലായില്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചില്ലേന്നാ പുതിയ തമ്പലക്കടവിന്റെ. ഇനി അഖ്ലുഖുലക്കും, ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരാന്ന് പറഞ്ഞില്ലേ ഈസാ നബി? ഈസാ നബി ഖാലിക്കായോ എന്നാണ് ചോദിക്കണം. മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ? അതൊക്കെ അള്ളാന്റെ പണിയല്ലേ? അപ്പൊ അള്ളാന്റെ പണി ചിലപ്പോൾ എന്ത് ചെയ്യും?
അമ്പിയാക്കന്മാരും ഒലിയാക്കന്മാരൊക്കെ എടുക്കും. ഇതാണ് പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചത് ജീവൻ കൊടുക്കുമ്പോഴാണ്. അല്ലാതെ ഈസാ നബി അല്ല ജീവൻ കൊടുക്കണത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവൻ കൊടുക്കല്ല. അനുവാദം കൊടുക്കുമ്പോൾ ഈസാ നബി അതിനോട് പറയും, ആ സന്ദർഭത്തിലാണ് നീച്ചു വരും. അള്ളാഹു ജീവൻ കൊടുക്കണം, അത് ഈസാ നബി ജീവൻ കൊടുക്കല്ല. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഹക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാത്തിൽ എന്തുണ്ടാവില്ല, അതാണ് ഫഇദാ ഹുവ സാഹിഖുൻ, അപ്പോൾ അതത് നീങ്ങിപ്പോകുന്നു, ഇല്ലാതെയായി പോകുന്നു. സഹഖ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക, നശിച്ചു പോവുക എന്നൊക്കെ അർത്ഥം. അത് ലോകത്തെ ഏത് കാലഘട്ടത്തിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. കുറച്ച് ബാത്തിൽ ഉണ്ടാവും, മുതൽ ഹക്ക് വരും, പിന്നെ ബാത്തിൽ ഇല്ലാതാവും, വീണ്ടും ബാത്തിൽ വരും, പിന്നെ ഹക്ക് വരും. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വരും, ആ ബാത്തിൽ ഇല്ലാതാവും, വീണ്ടും ബാത്തിൽ വരും, പിന്നെയും ഹക്ക് വരും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പ്രക്രിയ നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിലല്ല പറയാണ്, അങ്ങനെ ബാത്തിലിന്റെ ആളുകൾക്ക് എന്താണ്ടാവും, വലക്കും അൽ വൈലു, നിങ്ങൾക്ക് നരകമുണ്ട്, നാശമുണ്ട്. വലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാത്തിലിന്റെ ആൾക്കാർ, ആ ബാത്തിലിന്റെ ആളുകൾക്ക് എന്തുണ്ട്, വൈല് എന്ന് പറഞ്ഞാൽ നരകം എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ നാശം എന്നർത്ഥമുണ്ട്. നിങ്ങൾക്ക് നാശമുണ്ട്. എന്നിൽ നിന്ന് മിമ്മാ തസിഫൂന, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ. കാരണം അള്ളാഹ്ക്ക് കുട്ടികളുണ്ടെന്നാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത്, ജൂതന്മാർ പറഞ്ഞത്, മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് സമന്മാരുണ്ടെന്നാണ് ഇപ്പൊ നമ്മളെ ആൾക്കാർ പറഞ്ഞത്. അവർക്ക് ഈ ആയത്ത് ബാധകമാണ്. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വസഫ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കാന്ന്, വസ്തു പറയാം, വിശേഷിപ്പിക്കുന്നതിനെ തൊട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, നരകമുണ്ട് എന്നാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയോടും അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ ഒന്നിനോട് സാദൃശ്യമില്ല. കാരണം ദുനിയാവിൽ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് സൃഷ്ടി, സൃഷ്ടാവും. സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. പക്ഷെ ഇന്നിപ്പം സൃഷ്ടാവിന്റെ പലതും സൃഷ്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സങ്കടമായ കാഴ്ച. അതുകൊണ്ടാണ് അള്ളാഹുടെ വലക്കും വൈലും ഇമ്മാ തസിഫൂൻ, നിങ്ങൾ അള്ളാഹിനെ പറ്റി പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിശുദ്ധനാണ്, നിങ്ങൾക്കതിന് നരകം ഉണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചെന്ന് മാത്രം. അതിനപ്പുറത്തേക്കൊന്നും വിശ്വസിക്കാനും പാടില്ല, ചിന്തിക്കാൻ പാടില്ല, നമ്മൾ ചിന്തിക്കാനും പാടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ മുഖമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അത് നമ്മുടെ മുഖം പോലെ എന്ന് പറയാൻ പാടില്ല. ജീവികളുടെ മുഖമായിട്ട് യാതൊരു സാദൃശ്യവും ഇല്ല. എന്നാൽ മുഖം ഇല്ല എന്ന് പറയാൻ പാടില്ല. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. കാരണം ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഖത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൈകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൈകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈകൾ പോലെ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു ഇസ്ലാമെന്ന് പുറത്താണ്. കൈകളില്ല എന്നും പറയാൻ പാടില്ല. കാരണം അള്ളാഹ് പറഞ്ഞതിന് എതിർക്കുകയാണ് അള്ളാഹിനെ. അപ്പൊ അള്ളാഹ് എന്താണോ അള്ളാഹിനെ പറ്റി പറഞ്ഞത് അതേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മള് കാണാത്തൊരു മനുഷ്യനെ പറ്റി അള്ളാഹിനോടൊക്കട്ടെ, നമ്മൾ കാണാത്തൊരു മനുഷ്യനെ പറ്റി നമ്മളെ അഭിപ്രായം പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ കാണാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നമ്മൾ സാധാരണ പറയില്ലേ, പിന്നെ കുരുടന്മാര് ആനനെ കാണാൻ പോയി, ആന കാണാൻ പോയില്ല, ആന കണ്ടില്ലല്ലോ. കുരുടന്മാര് ആനനെ കാണാൻ പോയി, ഒരാൾ പറഞ്ഞ് കുറ്റിച്ചൂലാണ്, മറ്റേ തൂണാണെന്ന് ഇതുപോലെ ഇക്കാരം. ഇത് സൃഷ്ടിയുടെ സംഗതിയാണ്. നമുക്ക് കാണാത്ത അല്ലെങ്കിൽ നമ്മൾ കാണാത്തതിനെ പറ്റി നമ്മൾ അഭിപ്രായം പറഞ്ഞാണ്. പക്ഷെ അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞ് നമ്മൾ പറയാം, അതിനപ്പുറത്തേക്ക് നമ്മൾ പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ ബാത്തിലായി പോകും. അതുകൊണ്ടാണ് അള്ളാഹ് അവിടെ വലക്കുമുൽ വൈലും മിമ്മാ തസിഫൂൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു അവന്റെ മഹത്വം പറയാൻ ഈ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുക, അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മലക്കുകൾ അള്ളാഹിന്റെ പെൺകുട്ടികളാണ്, ഈസാ നബി അള്ളാഹിന്റെ ആൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതാണ് അള്ളാഹ് പറഞ്ഞത്, വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതൊക്കെ അള്ളാഹിന്റെതാണ്. ഇപ്പൊ ഈസാ നബിയുടെ ആകാശത്തിൽ ഭൂമിയിലും അല്ലേ, അത് അള്ളാഹിന്റെതാണ്. അതേപോലെ തന്നെ പിന്നെ മലായിക്കത്തുകൾ, ഇങ്ങനെയൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികൾ. അതൊന്നും അള്ളാഹുവിന്റെ ദാത്തുമായിക്കൊണ്ട് ബന്ധപ്പെട്ടതേ അല്ല. അപ്പൊ ഇത്രയും പരിശുദ്ധനായ പടച്ച റബ്ബിനെ സംബന്ധിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, അള്ളാഹ്ക്ക് സന്താനങ്ങളുണ്ട്, അള്ളാഹ്ക്ക് കുട്ടികളുണ്ട്, അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നു. അതാണ് വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവന്റെ സൃഷ്ടികളാണ്, ഇതൊന്നും പടച്ചവന്മാരല്ല. ആകാശത്തും
ഭൂമിയിലുമൊന്നും ഉള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളാരും ഒക്കെ അള്ളാഹു. വമൻ ഇൻദഹു, ഇനി ആകാശത്തിലും ഭൂമിയിലും മാത്രമല്ല അവന്റെ അടുക്കലുള്ള മലക്കുകൾ ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു കിബറും അവർ നടിക്കുന്നവരല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ മുമ്പ് പറഞ്ഞു മലക്കുകളൊക്കെ വലിപ്പം, മനുഷ്യന്മാർ നിറത്ര നമ്മൾ ഉണ്ടാക്കിയ പെരന്റെ അത്ര വലിപ്പമുണ്ടോ? നമ്മള് ഉണ്ടോ? നമുക്ക് പാർക്കാൻ നമ്മൾ ഉണ്ടാക്കിയ വീടിന്റെ അത്ര പോലും വലിപ്പം നമ്മളില്ല. പക്ഷെ മലക്കിന്റെ വലിപ്പം ഞാൻ മുമ്പ് കൂടെ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഷഹ്മത്തുദ്ദീൻ ഇവിടുന്ന് ഇവിടേക്ക് വരെ 70,000 വർഷത്തെ അല്ലെങ്കിൽ 700 വർഷത്തെ വൈദൂരാണ് മലക്കിന്റെ വലിപ്പം അർശ് വഹിക്കുന്ന. അപ്പൊ ആ മലക്കുകൾ വരെ ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ എന്തല്ല, കിബറില്ല, അഹങ്കാരമില്ല. അത്രയും വിനയത്തോടു കൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന മലക്കുകൾ ഇവിടെ ഉണ്ട്. അതാണ് അള്ളാഹിന്റെ മഹത്വം. നിങ്ങൾ രണ്ട് പീക്കിരി മനുഷ്യന്മാര്, അള്ളാഹ് കുട്ടികളുണ്ട്, വേറെയും പടച്ചവന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനില്ല. അതാണ് അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹോട് പറയാൻ. ഓമൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മലായിക്കത്തുകളുടെ ഉദ്ദേശം. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ സമീപത്തും അള്ളാഹുവിന്റെ നമുക്ക് മുകൾ ഭാഗത്ത്. അള്ളാഹു എവിടെ ചോദിച്ചാൽ ചില ആൾക്കാർ പറയും അള്ളാഹ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അള്ളാഹ് എല്ലാ സ്ഥലത്തും വിശ്വസിക്കാൻ പാടില്ല. നമ്മള് സമസ്തന മദ്രസയിലും എല്ലൊക്കെ പഠിച്ചത് കഴിക്കാറ് അശ്വര്യത്തിന്റെ വാദമാണ്. അള്ളാഹു സുബ്ഹാനഹു എവിടെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയണ്ടേ? ആകാശത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആകാശം എന്നല്ല, നമുക്ക് മുകളിൽ, നമ്മുടെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു. നമുക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശത്തിന്റെ 7 ആകാശത്തിനും അപ്പുറത്ത് വെള്ളമുണ്ട്, അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ അർശിന്റെ മുകളിൽ, അർശിന്റെയും വലിയ സഫാഖുശയും അള്ളാഹിന്റെ മുകളിൽ പിന്നെന്തില്ല, ഒന്നുമില്ല. എല്ലാ സൃഷ്ടികളും അള്ളാഹിന്റെ താഴെയാണ്. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ അർശാണെങ്കിലും കുർസിയാണെങ്കിലും എല്ലാതും അള്ളാഹുവിന്റെ താഴെയാണ്. അള്ളാഹിന്റെ മുകളിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് മുകളിൽ എന്നാണ് ഉദ്ദേശം. അല്ലാതെ ചില ആൾക്കാർ അള്ളാഹ് ആകാശത്താണെങ്കിൽ അള്ളാഹ് ആകാശം പറക്കുന്നതിന് മുമ്പ് അള്ളാഹ് ഓടിയും, ചില വിവരമില്ലാത്ത ചോദിക്കുകയാണ്. ആകാശം പറക്കുന്നതിന് മുമ്പ് അള്ളാഹ്, ആകാശം പറക്കുന്നതിന് മുമ്പ് അള്ളാഹുണ്ട്. ഈ ആകാശത്തിനുള്ളിലല്ല അള്ളാഹ് ആകാശത്തിന് പുറത്താണ്. പക്ഷെ അതുകൊണ്ട് വമൻ ഇൻദഹു എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കലുള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കളുടെ ഉദ്ദേശം. അർശ് വഹിക്കുന്ന മലക്കളുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്ക് തസ്ബീഹ് ചെയ്യുന്ന മലക്കളുണ്ട്. ലാ യസ്തക്ബിറൂന, അവർ കിബർ നടിക്കുന്നവരല്ല, അൻ ഇബാദത്തിഹി, അവന്റെ ഇബാദത്തിനെ തൊട്ട്. അള്ളാഹുവിന്റെ ഇബാദത്ത്, അള്ളാഹ്ക്ക് ആരാധന അർപ്പിക്കുന്നതിൽ ഒരു കിബറും മലക്കുകൾ എന്തില്ല, കാണിക്കൂല. വലാ യസ്തഹ്സിറൂൻ, യസ്തഹ്സിറൂൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുകയില്ല, മടുപ്പ് വരൂല. ഇബാദത്ത് നമുക്കൊക്കെ തറാവിയൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന പോലെ നമ്മൾ കണ്ടില്ലേ, നമ്മളെ ഇബാദത്തിന്റെ പോലെ. അപ്പത് അള്ളാഹിന്റെ മലക്കളെ പറ്റി അള്ളാഹ് പറഞ്ഞു ലാ യസ്തഹ്സിറൂൻ, അവർ ഒരിക്കലും മടുപ്പ് വരാത്തവരാണ്, ക്ഷീണം ബാധിക്കാത്തവരാണ്. അപ്പൊ നമ്മള് ഒന്നാമത്തെ റക്കാത്തിൽ ഒരു കാൽമലേക്കാരം, രണ്ടാമത്തെ റക്കാത്തിൽ ഇങ്ങോട്ടേക്കാരം. അതന്നെ കുറച്ചൊക്കെ ബിരുദന്മാരെന്ന് പറഞ്ഞാൽ ഇമാമിങ്ങട്ട് റുക്കൂക്ക് പോകാൻ നേരത്താണ് എന്ത് ചെയ്യാ, അതൊക്കെ ഇവർക്കുണ്ട് കിട്ടുക. ആ റക്കാത്തിൽ നല്ല കിട്ടുള്ളൂ. മനസ്സിലായത്? അത് ഞാൻ കഴിഞ്ഞ അപ്പൊ തന്നെ ബാക്ക് പോയി ചാരിക്കും. ഇതൊക്കെയാണ് നമ്മളെ നിസ്കാരത്തിന്റെ കോലം. ആകപ്പാടപ്പം നമ്മളൊക്കെ ചെയ്യണ വലിയ വിഭാഗത്തിന്റെ കോലം നിറം. എന്താ പറയാ, മുനാഫിക്കുകളെ പറ്റി പറഞ്ഞില്ലേ, അക്കോമുനില്ല എന്താണ് കുസാര നിറ, വളരെ മടിയന്മാരായിക്കൊണ്ടായിരിക്കും നിസ്കാരത്തിലേക്ക് നിൽക്കുക. ഖലീല, കുറച്ച് മാത്രമേ അള്ളാഹിനെ ഓർക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും, നിസ്കരിക്കാനും ദിക്റെല്ലാനും ഖുർആൻ ഓതാനൊന്നും ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. പക്ഷെ അള്ളാഹു മലക്കളെ പറ്റി പറയാണ് വലാ യസ്തഹ്സിറൂൻ, അവർക്കൊരിക്കലും മടുപ്പ് വരില്ല, അവരൊരിക്കലും ക്ഷീണം ബാധിക്കില്ല. ഒരിക്കലും അങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് ഇങ്ങനെ കഴിയുന്നവരായിരിക്കും അള്ളാഹുവിന്റെ മലക്കൾ. അങ്ങനെയുള്ള അള്ളാഹിന്റെ മലക്കൾ ഇവിടെ ഉണ്ട്. ആ മലക്കൾ ക്ഷീണം വരാതെ ഇബാദത്ത് മലക്കളുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് പീക്കിരി മനുഷ്യന്മാര് അള്ളാഹ്ക്ക് കുട്ടികളുണ്ട്, ഐസാ നബി അള്ളാഹിന്റെ മോനാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ അള്ളാഹിന്റെ പടച്ചവനാണ്, അല്ലെങ്കിൽ പടച്ചവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും വരാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹോടെ പഠിപ്പിക്കണം. കാരണം നമ്മൾ അള്ളാഹിനെ പറ്റി എന്ത് പറഞ്ഞാലും അതിലൊക്കെ ദോഷം ഞമ്മക്കേ ഉള്ളൂ, പടച്ചവനെ
ഇനിയിപ്പോൾ വലിയ കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അതാണ് അള്ളാഹ് അവിടെ പറഞ്ഞത്. മാത്രമല്ല പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവർ, ഇനി മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കലുള്ള ആളുകളെ സ്വീകരിക്കുക. പക്ഷെ അള്ളാഹ് ഇത് സ്വീകരിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് യോജിച്ചതല്ല. വലാ യസ്തഹ്സിറൂൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലും മടുപ്പ് വരാത്തവർ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പറ്റി ഇവർ പറയുന്ന കാര്യം പിന്നെ തിന്മയാണ്. ഇനി അള്ളാഹ് പറയും യുസബ്ബിഹൂന ലൈല വന്നഹാർ, അവർ രാവിലും പകലിലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി സബ്ബഹ നറദ, തസ്ബീഹ് ചെയ്യുക, അള്ളാഹിനെ പുകഴ്ത്തുക, അള്ളാഹിനെ മഹത്വപ്പെടുത്തുക. അതാണ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനായിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അല്ലൈല വന്നഹാർ, രാവും പകലും. ഇപ്പൊ മലക്കളെ സംബന്ധിച്ചു എന്തുണ്ട്? രാത്രിയും പകലും ഉണ്ട്. മനുഷ്യന്മാരെ സംബന്ധിച്ച് മാത്രമല്ല, രാത്രിയും പകലും ആ മലക്കളെ സംബന്ധിച്ചിട്ട് 24 മണിക്കൂറും മലക്കുകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാ യഫ്തുറൂന, ഫത്ര എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്തഹ്സിർ എന്ന് പറഞ്ഞാൽ ക്ഷീണം ബാധിക്കുക. ഫുതൂർ എന്ന് പറഞ്ഞാൽ ക്ഷീണം. ഒരിക്കലും ക്ഷീണം അവർക്ക് ബാധിക്കുകയേയില്ല എന്ന് പറഞ്ഞ് നിരന്തരം പടച്ച റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അതേപോലെ മനുഷ്യന്മാരിലും അള്ളാഹിനെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വൃത്തികേടുകൾ അള്ളാഹിനെ സംബന്ധിച്ചവർ പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു ആരോപണം എന്താ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഞാൻ ഒരു മനുഷ്യനെ പറ്റി പറയണം, ഇത് ഇയാളെ കുട്ടിയാട്ടോ എന്ന് പറഞ്ഞാൽ അയാളുടെ വിവാഹത്തിലൂടെ അല്ലാതെ ഉണ്ടായ പിന്നെ അല്ലെങ്കിൽ അയാൾ വിവാഹം വെച്ച കുട്ടിയുണ്ട്, പക്ഷെ അയാള് അറിയാത്തൊരു കുട്ടിയെ ചൂണ്ടിയിട്ട് പറയണത് ഇത് ഇയാളെ മോനാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അയാളെ സംബന്ധിച്ച് തോന്നിയ ദിവസം വേറുണ്ടോ? അയാൾ വ്യഭിചാരം ചെയ്തതല്ലേ അർത്ഥം. അയാൾക്ക് പിറക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയണത് ഇത് ഇയാളെ മോനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് ജയിക്കോ? മനുഷ്യന്മാര് ജയിക്കില്ലല്ലോ. ഇത് മനുഷ്യന്മാരെ സംബന്ധിച്ച് പോലും വലിയ വൃത്തികേടും തോന്നിയാസമാണെങ്കിൽ, അഥവാ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പിറക്കാത്ത ഒരാളെ ഇത് ഇന്ന ആളെ മോനാണ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് വരെ സഹിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിൻ്റെ ഒരു ക്ഷമ, അള്ളാഹുവിൻ്റെ സബർ നിങ്ങൾ നോക്കി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് ആർക്കാണ്? പടച്ചവനാണ്. കാരണം അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കും അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക് കൊടുക്കണില്ലേ? അവർക്ക് വെള്ളം വെളിച്ചം കറണ്ടും പിന്നെ ആരോഗ്യം സെഹത്ത് എല്ലാം വന്ന് കൊടുക്കുന്നുണ്ട്. അള്ളാഹിന്റെ ക്ഷമന്റെ ഊക്കാണ്. ഇതിലൊക്കെ അള്ളാഹു പരലോകത്ത് എന്ത് ചെയ്യും? അതിന്റെ പ്രതികാരം ചോദിക്കുകയും ചെയ്യും. അതാണ് യുസബ്ബിഹൂന ലൈല വന്നഹാർ ലാ യഫ്തുറൂന, അവർ ഒരിക്കലും ക്ഷീണം ബാധിക്കാതെ രാവും പകലും അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അള്ളാഹിന്റെ ഒരു മഹത്താണ്. അപ്പൊ നമ്മളൊന്നും അള്ളാഹിനെ ആരാധിക്കാനില്ലെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് മുട്ടിപ്പോകുന്നൊരവസ്ഥ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ഇവിടെ ഇല്ലെങ്കിൽ എന്തേക്കാരവസ്ഥ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മളിവിടെ ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ല, അത്രേ ഉള്ളൂ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിനോ അള്ളാഹുവിന്റെ തസ്ബീഹിനോ ഒരു കോട്ടവും വരാൻ പോകത്തില്ല. ഇനി അള്ളാഹ് പറയാണ്, അമിത്തഖദു ആലിഹത്തം മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അമിത്തഖദു, അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ഈ മനുഷ്യന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞു. അമിത്തഖദു, അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ആലിഹത്തൻ, ഇലാഹ് എന്ന് പറഞ്ഞ എന്താ? ആരാധ്യൻ. അതിന്റെ ജന്മാണെന്ത്? ആലിഹത്ത്. അപ്പൊ മനുഷ്യന്മാർ ആലിഹത്തുകളെ സ്വീകരിച്ചിരിക്കുകയാണോ? എവിടുന്ന്? മിനൽ അർളി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മനുഷ്യന്മാർ ആരാധിക്കണ അധികം എവിടെ ഉള്ളതാ? ഭൂമിയുള്ളവരല്ലേ. ഇപ്പൊ ഇനിയിപ്പോ ഏതെഞ്ഞ് പിന്നെ മുസ്ലിമീങ്ങളാണ് ആരാധിക്കണമെന്ന് വെച്ചെങ്കിലും, ഇനി മുസ്ലിങ്ങൾ എല്ലാവരും ആരാധിക്കുകയാണെങ്കിലും ഓലൊക്കെ ഇവിടെ ഉള്ളവരാണ്, ഭൂമിയിൽ ജനിച്ച് വളർന്നവരാണ്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏതെങ്കിലും മറ്റേതെങ്കിലും സൃഷ്ടികളാണ്. അതാണ് അള്ളാഹ് ചോദിക്കണം, അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി, ഭൂമിയിൽ നിന്നാണോ അവർ ഇലാഹുകളെ സ്വീകരിക്കുന്നത്? കാരണം ഈ ഭൂമി ആരുണ്ടാക്കിയതാ? അള്ളാന്റെ അല്ലേ. അള്ളാന്റെ ഭൂമിയിൽ ജീവിക്കണമല്ലോ എങ്ങനെ പടച്ചവനാകുക? കാരണം ഈ ഭൂമി പടച്ചവനാരാ?
അള്ളയാണ്. ഈ ഭൂമിയിൽ നിന്നാണോ നിങ്ങൾ ഇലാഹുകളെ സ്വീകരിക്കുന്നത്? അതാണ് അമിത്തഹദൂ, അവർ സ്വീകരിക്കുകയാണോ ആലിഹത്തൻ ഇലാഹുകളെ മിനൽ അർളി, ഭൂമിയിൽ നിന്ന്. ഭൂമിയിലുള്ളവരൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്, പടപ്പുകളാണ്. അതൊരിക്കലും ഇലാഹാകാൻ പറ്റുകയില്ല. പക്ഷെ എന്ത് മഹാഭൂരിപക്ഷം ആളുകളും സ്വീകരിക്കണം എന്ന് വെച്ചാൽ ഈ പിന്നെ ഇതന്നെ. നിങ്ങൾ ആലോചിച്ച് ശരിക്കും ശിർക്കിനേക്കാൾ വലിയ പൊട്ടത്തരം ലോകത്ത് വേറുണ്ടോ? ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പോ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർ, ഈ വിഗ്രഹത്തെ ആരുണ്ടാക്കണ? ഉണ്ടാക്കുന്നത് ഈ വിഗ്രഹം ഈ ഉണ്ടാക്കിയ ആൾ തന്നെയാണ്. പിന്നെ അതിന് മുമ്പിൽ എന്ത് ചെയ്യണ്? ഇനി നിങ്ങൾ ആലോചിച്ചോക്കി. ഇപ്പൊ നമ്മളെ ഈ പിന്നെ വലിയ മഹാന്മാരെന്ന് പറഞ്ഞാൽ ഓരോ മരിച്ചു കഴിഞ്ഞാൽ ഓരോ മയ്യത്ത് ഉറപ്പിക്കണ ആരാ? നമ്മള് ഓരോരുത്ത കുളിച്ചുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു വലിയ മരിച്ചിട്ട് ഇന്നാരും കുളിപ്പിക്കണ്ട, ഞാൻ ഒറ്റ കുളിച്ചോളൂ പറയുമ്പോ ഇല്ലല്ലോ. അയാളെ നമ്മൾ കുളിപ്പിച്ച് അങ്ങോട്ട് മറിച്ചെടുത്തി ഇങ്ങോട്ട് മറിച്ചെടുത്തി അയാള് പിന്നെ തുണിയിൽ 3 തുണി പൊഞ്ഞ് അയാളെ ഏറ്റിക്കൊണ്ടുപോയി കബറിൽ വെച്ച് മണ്ണിട്ട് കൂടി. അതുവരെ മൂപ്പർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. കബറിൽ വെച്ചിട്ട് പോന്നാ പിന്നെ ഭയങ്കര പവറില്. നിങ്ങൾ ആലോചിച്ച് ഇതിനേക്കാളില്ല പൊട്ടത്തരം ലോകത്തുണ്ടോ? ഇത് ശിർക്കിനേക്കാൾ വലിയ ദോഷത്തിന് ലോകത്തില്ല. നിങ്ങൾ ആലോചിച്ച് പടച്ചവന്മാരെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ട എപ്പോഴും നമുക്ക് ചിരിയ വരിക. പടച്ചോന് കായ് എടുത്തു വാങ്ങ. ആലോചിക്ക്, നമ്മള് തക്കാളി മീനൊക്കെ കായ് എടുത്തു വാങ്ങും. പക്ഷെ നമ്മളെ പടച്ചോന് കായ് എടുത്താണല്ലോ. അങ്ങനത്തെ ഒരു പടച്ചോൻ ഉണ്ടാവും. നമ്മൾ കായ് എടുത്താൽ കിട്ടുന്ന പടച്ചോന്. ഈ ലോകത്ത് ഏറ്റവും വലിയ വിഡിത്തതാണ്, ശിർക്കാണ്. അതിനേക്കാൾ വലിയ നിങ്ങൾ ആലോചിച്ച് ആ ശിർക്കിൽ മനുഷ്യന്മാരെ കൊണ്ടുപോയി ഇബ്ലീസ് പെടുത്തും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മഅഖൂലല്ലാത്ത, ഒരു ബുദ്ധി കൊണ്ട് മനുഷ്യന്റെ പ്രാഥമികമായ ബുദ്ധി അംഗീകരിക്കാത്തൊരു കാര്യമാണ് എന്ത്? ശിർക്ക്. ആ ശിർക്കിലാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോയി ചാടിച്ചത്. എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ചെയ്യുന്ന തിന്മേതാണ്? ശിർക്കാണല്ലോ. ശരി, മനസ്സിലല്ലേ? അതുപോലെ തന്നെ കളവ്, കൊലപാതകം, ഇതിനേക്കാളൊക്കെ ആളുകൾ ചെയ്യുന്ന ശിർക്കാണ്. പക്ഷെ ഇതൊക്കെ വലിയ തെറ്റായ ആളുകൾ കാണും. പക്ഷെ ശിർക്ക് തെറ്റായിട്ട് എന്ത് ചെയ്യണില്ല, ആളുകൾ കാണുന്നില്ല. ഇപ്പൊ തബ്ലീഗുകാർ വലിയ പറഞ്ഞത് ഞങ്ങൾ കള്ളൂടി ഇരുത്തി. ശരി, കള്ളൂടിനേക്കാളും വലിയ തിന്മ എന്താ? ശിർക്കാണ്. അത് കാണുന്നില്ല ആളുകൾ. അത് ഈ ഇബ്ലീസിന്റെ ഒരു പണിയാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ശരിക്കും ദുൽമ്, ഇരുട്ടാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അതാണ് അത് പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് അവർ ആലിഹത്തുകൾ സ്വീകരിച്ചിരിക്കുകയാണോ? അപ്പൊ ഭൂമി അള്ളാൻ്റെതാണ്. ഭൂമി ഉണ്ടാക്കിയ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഭൂമിയാണെന്ന് ലോകത്തൊരു മനുഷ്യനും എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയൂല. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അവർ ആലിഹത്തുകൾ സ്വീകരിക്കുകയാണോ? വഹും, അതുപോലെ തന്നെ ഹും യുൻശിറൂന, എന്നിട്ട് അവർ ചോദിക്കണം, അവർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാണോ? നശറ ഇൻഷുർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജീവിപ്പിക്കുക. ഈ മനുഷ്യന്മാര്, ഈ ഭൂമിയിലുള്ള ആളുകൾ അവരാരെങ്കിലും മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാണോ എന്നല്ലാന്റെ ചോദ്യം. ഇപ്പൊ ഈ സമസ്തക്കാര വാദപ്രകാരം എന്താ വെച്ചാൽ അങ്ങനെ കഴിയുന്നായി. അള്ളാന്റെ ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെന്നായി. അവർ ഉണ്ട്. അള്ള ചോദിക്കണം എന്താ? ഹും ഇൻഷുറൂന, അവർ ജീവിപ്പിക്കുന്നവരാണോ? മരിച്ച ആളുകൾ ജീവിപ്പിക്കാനുള്ള ശക്തി ഭൂമിയിൽ ഒരു മനുഷ്യനെങ്കിലും ഉണ്ടോ എന്നല്ല ചോദിക്കണം. ഒരു മനുഷ്യനുമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം ജീവിപ്പിക്കുക. അതുകൊണ്ട് വഹീൽ മൗത്താ ബിഇദ്നില്ല, അള്ളാഹ് അനുവാദം തരും, അപ്പോഴാണ് നീക്കും. ഈസാ നബി സൃഷ്ടിക്കും, രൂപം ഉണ്ടാക്കും. പക്ഷെ റൂഹ് ഊതുന്നത് ആരാണ്? പടച്ചവനാണ്. അതാണ് അന്യ അഖ്ലഖുലക്കും, പിന്നെ ഞാൻ നിങ്ങൾക്കൊരു എന്താ പറയുക രൂപം സൃഷ്ടിക്കാം, പക്ഷെ റൂഹ് ഊതുന്നത് ആരാണ്? പടച്ചവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് ലോകത്തൊരു പടപ്പിനുമില്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതിനേക്കാൾ വലിയ പിന്നെ ശിർക്ക് ലോകത്ത് വേറെ ഏതും ഇല്ല. അപ്പൊ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ആരോപണങ്ങൾക്ക് അള്ളാഹ് വളരെ വ്യക്തമായി അള്ളാഹ് മറുപടി പറയാം. അതാണ് അമിത്തഹദു ആലിഹത്തമിൽ അർളി. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലില്ലാത്ത ആലിഹത്തുകൾ സ്വീകരിക്കാനല്ല. കാരണം മനുഷ്യന്മാര് സാധാരണ ആലിഹത്തുകളായി സ്വീകരിക്കുന്നത് മനുഷ്യന്മാർ കാണുന്നതും മനുഷ്യന്മാർ ബന്ധപ്പെടുന്നതും മനുഷ്യന്മാർക്ക് പരിചയമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് അവിടെ അങ്ങനെ പറയാൻ കാരണം. ഇനിയിപ്പോ ഇവിടുന്ന് ആലോചിക്ക്, ഭൂമിയിൽ വേറെ ഇലാഹ് കൂടി ഉണ്ടെന്ന് കൂട്ടുക. അപ്പൊ എന്താ ഉണ്ടാവുക? അപ്പൊ ഭൂമിയിൽ ഒരു പടച്ചോന്, ആകാശത്ത് വേറെ പടച്ചോന്.
മനസ്സിലായില്ലേ? അപ്പൊ എന്താ സംഭവം എന്താ ഉണ്ടാ വെച്ചാല്, അപ്പൊ പിന്നെ രണ്ടാളും കൂടി എന്ത് ചെയ്യേണ്ടി വരും? മീറ്റിംഗ് കൂടേണ്ടി വരും. വേണ്ടേ? ഭൂമിയിലെ പഠിച്ചവനും ആകാശത്ത് പഠിച്ചവനും എന്ത് ചെയ്യേണ്ടി വരും? മീറ്റിംഗ് കൂടേണ്ടി വരും. അപ്പൊ ഭൂമിയിലെ പഠിച്ചവൻ പറയുന്നത് ഞാൻ ഇവിടെ നോക്കിക്കോളാം, ജന്ത് ചെയ്യണ്ട, ഇടപെടണ്ട. അപ്പൊ എന്താ ശരിക്ക് ആകാശത്തെ പഠിച്ചവന് ഭൂമിയിൽ ഇടപെടാൻ കഴിയാതെ വന്നു, അശക്തത വന്നു ഇല്ലേ? ഭൂമിയിലെ പഠിച്ചവൻ എന്ത് ചെയ്യുക? ആകാശത്ത് ഇടപെടാൻ കഴിയില്ല, ആകാശത്ത് പഠിച്ചവന് ഭൂമിയിൽ ഇടപെടാൻ. പിന്നെ പഠിച്ചവനാവോ? പഠിച്ചവന്റെ ദിവസത്തെ എന്താ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിയണമെന്ന് ആരാകുള്ളൂ? റബ്ബുള്ളൂ. അപ്പൊ ഭൂമിയിലെ പഠിച്ചവന് എന്ത് ചെയ്യാൻ കഴിയില്ല? ആകാശത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ആകാശത്താക്ക് ഭൂമിക്കും ചെയ്യാൻ കഴിയില്ല. അത് പഠിച്ചോണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചോദിക്കും, എന്താ ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചവനേ ഉള്ളൂ, ഒരു പഠിച്ചവന്മാർ എത്ര ഉണ്ടായിക്കോ? അതിന്റെ മറുപടിയാണ്, പഠിച്ചവന്മാർ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പോ ഫ്ലൈറ്റ് സാധാരണ പറഞ്ഞെന്ന് വെച്ചാൽ വിമാനത്തിന് 2 പൈലറ്റ് ഇല്ല. വിമാനത്തിൽ 2 പൈലറ്റ് ഉണ്ട്, ഒരു പൈലറ്റ് അവിടെ കുത്തിരിക്കുകയാണ്, മറ്റേ ഒരു ഡ്രൈവ് ചെയ്യേണ്ടത് ആരാണ്? ഒരാളാണ്. ഇവന് കാണിച്ച ഒരു ബസ്സിന് 2 ഡ്രൈവർമാർ, 2 ആള് സ്റ്റാരിങ് പിടിക്കേണ്ട എന്തൊക്കെയാണ് അവസ്ഥ? അത് ചിന്തിച്ചവര്. അതിൽ ഓട്ടോറിക്ഷ ആയിക്കട്ടെ, ഒരു ഓട്ടോറിക്ഷന്റെ ഡ്രൈവർ ഒരു സ്റ്റാരിങ് പിടി പിടിച്ച എന്തൊക്കെയാരം വല്ലാതൊന്നും വണ്ടി എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകില്ല. ഇത് ലോകത്ത് ഏത് സംവിധാനങ്ങൾക്കുള്ള ഈ പ്രാപഞ്ചികമായ സൃഷ്ടിപ്പിൽ അന്ന് ചോദിക്കാൻ, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹുവല്ലാതെ വേറെ വല്ല ഇലാഹുകളും ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരൊറ്റ സെക്കൻഡ് ഉണ്ടായാൽ മതി, ലഫസദതാന്ന് പറഞ്ഞു. ലാമത്തോക്കിതാണ്. തീർച്ചയായും അത് രണ്ടും ഫസാദാകുമായിരുന്നു. ഭൂമി ഫസാദാകും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, നമ്മളിപ്പോ കലണ്ടറിൽ സൂര്യോദയം 6:26 കറക്റ്റ് അല്ലേ? 6:26 ആണ്, 6:25 ആണില്ല, 6:27 ആവില്ല, കറക്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ച ആ സൂര്യൻ അള്ളാഹ് കൊടുത്ത നിർദ്ദേശമാണ്. അപ്പൊ ഒരു പഠിച്ചമെന്ന് പറയാം, ഒന്നിച്ച് റെസ്റ്റ് എടുത്തു, ഒന്നിച്ച് പോകണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, അപ്പൊ അവിടെ അടിയായി. അതാണ് ഫസാദായി പറഞ്ഞത്. ഭൂമിയിൽ എന്തുണ്ടാവും? ഫസാദ് ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരു തീരുമാനം അതുകൊണ്ടാണ് നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞു വെച്ചാൽ എല്ലായിടത്തും ഒരു ഏകാധിപതി ഉണ്ടാവണം. സാധാരണ മലയാളത്തിൽ പറഞ്ഞില്ല, ഒരു കാട്ടിൽ 2 സിംഹം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാ? ഒരു വീട്ടിൽ 2 ഏകാധിപതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ 2 പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നേക്കൊരവസ്ഥ. ഒരു സ്ഥാപനത്തിൽ 2 പ്രിൻസിപ്പാൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥാപനം വല്ലാതെ എന്ത് ചെയ്യില്ല. കാരണം ആ പ്രിൻസിപ്പാൾമാരെ കച്ചറ തീർക്കലേക്ക് അവിടെ കാര്യമായിട്ടുള്ള അജണ്ട അല്ല, പഠന കാര്യം നടക്കില്ല. അത് ലോകത്തെ സംവിധാനം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പടച്ചോരല്ലാതെ ഒരു ഇലാഹുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ലഫസദത. ഈ അഹ്ലു കലാമിന്റെ അതുപോലത്തെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു വെച്ചാൽ ഇരുട്ട് വെളിച്ചം ഒരു പടച്ചവനാണ്, അതുപോലെ തന്നെ പ്രകാശം വേറെ പടച്ചവനാണ്. ഇങ്ങനെയൊക്കെ പടച്ചവൻവാദം പറഞ്ഞ ആൾക്കാരുണ്ട്, ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു തെളിവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി വെച്ചാൽ പടച്ചവൻ ഏകനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ വെച്ചാൽ ഭൂമിയിലും ആകാശത്തും ഫസാദ് ഉണ്ടാകണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം ആകാശങ്ങളിലും ഭൂമിയിലും കൂട്ടിമുട്ടലുകളോ അല്ലെങ്കിൽ ഒരു ഫസാദുമില്ലാതെ ഭൂമി സഞ്ചരിക്കുന്നു എന്നുള്ള എന്തിന്റെ തെളിവാണ്? ഒറ്റ പടച്ചവനുള്ളൂ എന്നുള്ള തെളിവാണ്. 2 പടച്ചവന്മാരുണ്ടെങ്കിൽ എന്തായിരുന്നാലും എന്താവും? ഫസാദ് ഉണ്ടാവും, ഉറപ്പാണ് ഫസാദ് ഉണ്ടാവും. അത് ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് പറയാം. ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചത് മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇത്രയും വ്യക്തമായി പടച്ചോൻ പറഞ്ഞിട്ടും ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇതൊക്കെ അറിഞ്ഞ് പടച്ചോന്റെ മഹത്വം മനസ്സിലാക്കിയ ആളുകൾക്കും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോഴും നമ്മളെ ആൾക്കാർ ഇന്നലത്തെ പത്രത്തിനെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്കും പായസം കൊടുക്കണം നമ്മൾ മാപ്പിള ജാതിക്കാരുണ്ട്. ആലോചിക്ക്, ഒരു പടച്ചവനായി കൊണ്ടുവെക്കണ ആ പടച്ചവൻ ജനിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ പടച്ചവനാവോ? ആ പടച്ചവൻ ജയിക്കുമ്പോൾ പിന്നെ വേറെ പടച്ചവന്. ഇത് മനുഷ്യന്മാർ ചിന്തിക്കൂലല്ലോ. ഇതൊക്കെ വൈകാരികത
ഇത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് അന്ധമായി വിശ്വസിക്കുക. അതിന് മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയൊന്നുമില്ല. മനസ്സിലായില്ല? 5ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ 4 അവതാരങ്ങളോടെ അപ്പൊ 5ാമത്തെ ആണെങ്കിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ അല്ല പവർ കൂടുതലുണ്ടാവുക. അതൊന്നും ചിന്തിക്കണില്ല. അതിന് നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യാണ്? പായസം കൊടുക്കുക. പായസം എന്തിന്? ശിർക്കിന് പായസം കൊടുക്കുക. വിധത്തിലുണ്ടാവും. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരത്താണ്. നമ്മള് വിധത്തിന് ഓലും കൊടുക്കുക, അങ്ങോട്ട് പായസം കൊടുക്കുക, ഓരോന്നിനും എന്ത് ചെയ്യുക? നമുക്കൊന്ന് കൊടുക്കുക. മനസ്സിലായി? അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന ക്രിസ്മസിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കേക്ക് കുറിക്കുക, നമ്മൾ സ്റ്റാർ തൂക്കുക, പിന്നെ എന്താ പറയുക, നമ്മൾ പിന്നെ ഹാപ്പി ക്രിസ്മസ് പറയാ, നമ്മളെ കുട്ടികളെ കൊണ്ട് മറ്റേ സാന്താക്ലോസിന്റെ ഉടുപ്പിടിപ്പിക്കുക. മനസ്സിലല്ലേ? ഇതൊക്കെ ഇപ്പം മാഷന്മാർക്കൊക്കെ എല്ലാം അറിയാം. ഇപ്പൊ സ്കൂളിലൊക്കെ വ്യാപകമാണ്. പെരുന്നാൾക്ക് ഒരു ഒച്ചും വിളിക്കല്ലേ സ്കൂളിൽ? വേണ്ടത് മുസ്ലിങ്ങൾക്ക് 2 ആഘോഷമുണ്ട്. വല്ല ഒച്ചും വിളിന്റെ സ്കൂളിൽ ഒരു സൗണ്ടും ഇല്ല. ഓണം ക്രിസ്മസ് കൂടെ വന്നാൽ ഭയങ്കര ആഘോഷമല്ലേ? ആരന്നെ? നമ്മളാണ് മാപ്പിളജാതിക്കാരല്ലേ. 99.4% മുസ്ലിങ്ങളുടെ സ്കൂളും ഇതൊക്കെ ഭയങ്കര ഉഷാറിക്കാരം. പെരുന്നാളിന് പ്രവർത്തനം. അതൊക്കെ നമ്മളെന്താ വെച്ചാൽ ഈ തൗഹീദിന്റെ ഒരു മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ട്, പടച്ചോനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാത്തതുകൊണ്ടും, നമ്മളിങ്ങനെ പിന്നെ വാപ്പാക്കൊരു ആനണ്ട് അതുകൊണ്ട് എൻ്റെ മുട്ടിൽ തരമ്പുണ്ട് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വാപ്പക്കാരണവന്മാരായിക്കുന്ന മുസ്ലിങ്ങളും മുജാഹിദായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ തൗഹീദിന്റെ മഹത്വം എന്താണോ അല്ലെങ്കിൽ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ശിർക്കിക്ക് എങ്ങനെയാണ് ആളുകൾ പോകാമെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അള്ളാഹു എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹുവിന്റെ മഹത്വം ഇവിടെ പഠിപ്പിക്കുന്നത്. ആകാശത്തിലും ഭൂമിയിലും പടച്ചോനാണ് ഇലാഹ്. ആ ഇലാഹില്ലാത്ത വേറെ ഇലാഹ് ഉണ്ടെങ്കിൽ മനുഷ്യന്മാരാണെങ്കിലും അതുപോലെ ജിന്നുകളാണെങ്കിലും കല്ലാണെങ്കിലും മരാണെങ്കിലും എന്താണെങ്കിലും അതിനൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും പടച്ചോന്മാരല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ അർശി, അർശിന്റെ ഉടമസ്ഥനാണ് പടച്ചോൻ. അർശിന്റെ റബ്ബാണവൻ. നിങ്ങൾ ആലോചിക്കുക, അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണത് അർശ്. ആ അർശിന്റെ റബ്ബായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അർശ് ഞാൻ മുമ്പ് കൂടെ പറഞ്ഞിട്ടുണ്ട്, അർശും കുർസിയും തമ്മിലുള്ള വ്യത്യാസം. അർശ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കുബ്ബ പോലെ നിൽക്കുന്നതാണ് അള്ളാന്റെ അർശ്. ആ അർശിന്റെ കീഴിലാണ് എല്ലാ സൃഷ്ടികളുള്ളത്. അതിന്റെ മുകളിലാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മൗലിഉൽ ഖദമൈൻ, അവൻ പാദം വെക്കുന്ന സ്ഥലങ്ങൾ, അതാണ് അള്ളാഹുവിന്റെ പിന്നെ കുർസി എന്ന് പറഞ്ഞത്. ആ കുർസീനെ സംബന്ധിച്ചാണ് അള്ളാഹു വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലത ഉണ്ട് അള്ളാഹിന്റെ കുർസിയിൽ. പക്ഷെ അള്ളാഹുവിന്റെ കുർസിയും അള്ളാഹിന്റെ അർശും തട്ടിച്ചു നോക്കുമ്പോൾ റസൂൽ പറയാണ്, വിശാലമായൊരു മരുഭൂമിയിൽ ഒരു ചെറിയ വട്ടക്കണി വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ കുർസി എങ്കിൽ വിശാലമായി കിടക്കുന്നതാണ് അള്ളാഹിന്റെ അർശ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പ്രപഞ്ചത്തിന്റെ അറ്റം മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വിശാലമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ പടച്ചോൻ എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് ഭൂമിയിൽ നിന്ന് 2 മേപ്പെട്ട് ശ്വാസം വിളിച്ചാൽ കീപ്പെട്ട് വിടണമെങ്കിൽ അള്ളാന്റെ തോഫീക്ക് വേണ്ട മനുഷ്യൻ പറയാണ്, ഇന്നാള് പടച്ചോനാണ്, ഇന്നാള് ഇലാഹാണ്, ഇയാളാണ് ദൈവം, ഇയാളാണ് പടച്ചോൻ എന്ന് പറഞ്ഞാൽ എത്ര ധിക്കാരിയാണ് മനുഷ്യന്മാർ. നിങ്ങൾ ആലോചിക്കുന്നത്, നമ്മൾ മേപ്പെട്ട് വലിച്ച ശ്വാസേ ഇങ്ങോട്ട് കീപ്പെട്ട് വിടണമെങ്കിൽ എന്ത് വേണം? അള്ളാന്റെ തൗഫീക്ക് വേണ്ടേ? ഒനൊറ്റ കൂടാൻ കഴിയോ? അതവിടെ നിന്നാൽ അത് നിന്ന് തന്നെ കഴിഞ്ഞ് ആ മറ്റേ തേങ്ങ വെക്കുന്ന മോഡല് അവിടെ വെക്കും. ഇത്രയുള്ള മനുഷ്യന്മാർ. അപ്പൊ ഈ മനുഷ്യന്മാരാണ് പറഞ്ഞത് ഈ മനുഷ്യന്മാർക്ക് കണ്ടെത്താൻ കഴിയാത്ത പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിന് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിന് കുട്ടികളുണ്ട്, കുട്ടികളുണ്ട്, ആ അള്ളാഹിന്റെ കൈവ് ഇയാൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞെടുക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെപ്പോഴും ചിന്തിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാരെന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്നുകിൽ നിസ്കരിക്കാത്തവർ നോമ്പെടുക്കാത്തവർ. നിങ്ങൾ ആലോചിച്ച് മക്കത്തെ മുശ്രിക്ക് ആരെയാണ് ഔലിയാക്കന്മാരെ കണ്ടീനി? ഇബ്രാഹിം നബി, ലാത്ത, ഉസ്സ, ഒരൊറ്റ മാനസിക രോഗിയില്ല ഉണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ
വിളിച്ച് ഇസ്തിഗാസ നടത്തിയ ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണത്? ദഅവത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കത്തെ മുശ്രിക്ക് പോലും ബുദ്ധി ഇല്ലാത്തവരെ ആരാധിക്കണില്ല. ലോകത്തൊരു കൗമും ആരാധിക്കണം, നമ്മളെ കൗമില്ലാതെ. ആലോചിച്ച് നോക്കി, ഇവിടുത്തെ ഹിന്ദുക്കൾ പോട്ടെ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനികൾ ഒരാളെ വിശുദ്ധയായി പ്രഖ്യാപിക്കണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടറിയാം നമുക്ക്. ഒരാളോട് വലിയ മരിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയായി. ഇപ്പൊ തൃപ്പഞ്ചത്തെ ആളെ പറ്റി നമുക്കറിയാലോ. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് പഠിച്ച് ഓരോ ഭാഷയിൽ പറഞ്ഞ് ഒരുപാട് കറാമത്തുകൾ കണ്ട് വെളിപ്പെട്ട് അത് പിന്നീട് വത്തിക്കാനിലേക്ക് അയച്ച് വത്തിക്കാനിൽ പോപ്പുമാര് യോഗം കൂടി അവരാണ് പ്രഖ്യാപിക്കാൻ വിശുദ്ധിയായി. അപ്പൊ പിന്നെ അവരെ കൊണ്ട് ഇസ്തിഹാസം തവസ്സുൽ നടത്താം. നമ്മളോ അതാ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങേയറ്റം അതിന്റെ ആദർശം സ്വീകരിച്ച് കണിശമായി നടക്കുന്ന ആളുകളെ അവരെന്ത് ചെയ്യുള്ളൂ? വിശുദ്ധിയെ പ്രഖ്യാപിക്കുള്ളൂ. നിങ്ങൾ നമ്മുടെ കോമന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചവരെ എതിർത്തതാണ്. അള്ളാഹിന്റെ നബിമാരോട് പ്രാർത്ഥിച്ചവരോട് അത് ചെയ്യാൻ പാടില്ല. ഇവിടെ നിസ്കരിക്കാത്തവര് പ്രാർത്ഥിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര മോശമാണ് ഇതൊക്കെ. ശരിക്കും തൗഹീദ് ഉള്ളിക്ക് കയറാത്തോണ്ടല്ലേ. തൗഹീദ് മാത്രമല്ല, തലമണ്ട വർക്ക് ചെയ്യാത്തോണ്ട് അതൊക്കെ. മനസ്സിലല്ലേ? ശരിക്കും ചിന്തിച്ചാൽ സാധാരണ എപ്പോഴും പറയില്ലേ AP റഹിമുള്ള, പണ്ടൊക്കെ ഈ പിന്നെ ഇല്ലൻ്റെ ഒട്ടിക്കലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലൻ്റെ ഒന്നും അറിയില്ല. പിന്നെ സ്റ്റാമ്പ് ഒട്ടിക്കാനുള്ള ഒറ്റിൻ്റെ തലച്ചോറുണ്ടെങ്കിൽ ഓനെന്താവും? മുജാഹിദാവുന്ന. പണ്ടൊക്കെ നമ്മൾ ഈ പിന്നെ സ്റ്റാമ്പ് ഒട്ടിക്കൽ ഒന്നുകിൽ ഒറ്റുകൊണ്ട് അല്ലെങ്കിൽ പുടണിൻ്റെ പശ കൊണ്ടൊക്കെയാണ്. ആ ഒരൊറ്റ ബുദ്ധി മനസ്സിലുണ്ടെങ്കിൽ മുജാഹിദാവുന്നവർ. കാരണം അത്ര വ്യക്തമാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന് പറഞ്ഞത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാണ്. നിങ്ങൾ ആലോചിക്കും, മക്കത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കാട്ടറബികൾക്ക് ഇസ്ലാം പെട്ടെന്ന് മനസ്സിലായല്ലോ, തൗഹീദ് മനസ്സിലായി. അതാണ് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ, ഇവർ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. എന്നാൽ അള്ളയും ഈ വാദമായിട്ട് യാതൊരു ബന്ധമില്ല. അള്ളാഹ്ക്ക് കുട്ടികളുണ്ട്, ഇന്നയാള് പഠിച്ചവനാണ്, ഇന്നാൾക്ക് പഠിച്ചവന്റെ കഴിവുണ്ട് എന്ന് പറയുന്ന വാദങ്ങളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ലോകത്തെ ഏറ്റവും വലിയ പാപം ഏതാ? ശിർക്ക്. ശിർക്കിന്റെ മുകളിലുള്ള പാപമുണ്ടോ? ഉണ്ടോ? ശിർക്കിന്റെ മുകളിൽ പാപങ്ങളുണ്ടോ? ഷിർക്കിന്റെ മുകളിലാണ് കുഫർ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളണ്ട്, അള്ളാന്റെ കൂടെ വേറൊരുണ്ട്. ഇത് ഷിർക്ക്. അള്ളന്നില്ല പറഞ്ഞാലോ, പറഞ്ഞാലോ ആ കുഫറിനേക്കാളും വലിയ പാപമുണ്ട്. കുഫറിനേക്കാളും വലിയ പാപമുണ്ട്. എന്താ പറയുക? അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയൽ. ഒമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വിശദമായി കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാം, അത് കുഫറിനേക്കാളും വലിയ പാപമാണ്. കാരണം അള്ളല്ല, അള്ള പറയാത്ത ഒന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലും അള്ളാഹിന്റെ പേരിലും പറയൽ കുഫറിനേക്കാളും. അപ്പൊ ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞാൽ ശിർക്കും ശിർക്കിന് താഴെയുള്ള പാപങ്ങളും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുക്കുക. യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറഞ്ഞാൽ അതിന് താഴെയുള്ള പാപങ്ങൾ എന്തെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന പുറത്തും. പക്ഷെ ശിർക്കും ശിർക്കിന്റെ മുകളിലുള്ള പാപങ്ങളും എന്തെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുക. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ. ശിർക്കിനേക്കാൾ വലിയ പാപമാണ്. അതിന്റെ പേരിൽ കളവാണ്. ഇന്നാക്ക് പടച്ചോന്റെ കഴിവുണ്ട്. അള്ളാഹിന്റെ പേരിൽ കളവല്ലേ? അള്ളാഹിന്റെ കഴിവ് ഇന്നാക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്നയാള് പടച്ചോനാണെന്നൊക്കെ പറയാം. പടച്ചോന്റെ പേരിൽ കളവാണ്. അത്രയും വലിയ തിന്മയാണ്. അതുകൊണ്ട് അള്ളാഹു ഇവർ ഈ പറയുന്നതിനൊക്കെ എത്ര പരിശുദ്ധനാണ്. പടച്ചോൻ ഈ വാദം കൊണ്ടൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും വരാനില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തൗഹീദ് വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കാൻ. പക്ഷെ ഇത് ലോകത്ത് എത്ര ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ വിശ്വാസവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും തൗഹീദിന്റെ വിഷയം നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചും ശരിക്ക് അള്ളാഹുവിനെ കുറിച്ചൊരാൾ ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ചിർക്ക് ചെയ്യാൻ കഴിയില്ല, ഇസ്ലാം തെറ്റിപ്പോകാനും കഴിയില്ല. അള്ളാഹുവിനെ പറ്റി തെറ്റായ ധാരണകൾ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് ഷിർക്കുണ്ടാണ്. ഹാവുലായി ഷുഫാവുലായി ഇന്ദല്ലാഹ്, അവർ നമ്മുടെ അടുത്ത് ശുപാർശകന്മാരാണ് എന്നൊക്കെ പറയാം, അള്ളാഹ്ക്ക് ഇടയാളന്മാർ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസമൊക്കെ അള്ളാഹിനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം പുലർത്തും. അതുകൊണ്ട് തന്നെ പഠിച്ചവനെ സംബന്ധിച്ച് നമ്മൾ പിന്നെ ആത്മാർത്ഥമായി പഠിച്ച് മനസ്സിലാക്കണമെന്നാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കണം. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹ് പറയാണ്, ബാത്തിലിനെ അള്ളാഹു ഹക്ക് കൊണ്ട് എതിർക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബാത്തിൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും. അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ പറയുന്നതിന് അള്ളാഹ് പരിശുദ്ധനാണ്. അതുപോലെ ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. അവരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പിന്നെ സുജൂദുകളും തഹ്ലീലും അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും അള്ളാഹിൻ്റെ അടുക്കലുള്ള മലക്കുകൾ അവർക്കൊരിക്കലും ക്ഷീണം ബാധിക്കുകയില്ല, അവർക്കൊരിക്കലും മടുപ്പ് വരാത്തവരാണ്. അതുപോലെ തന്നെ ഭൂമിയിലും ആകാശത്തും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഉണ്ടെങ്കിൽ ഇതെല്ലാം ഫസാദായി പോകും, ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ആളുകൾ പറയുന്ന ശിർക്കിൽ നിന്ന് വളരെ പരിശുദ്ധനാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമായി ആയത്ത് നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പുകഴ്ത്താനും, അല്ലാഹു അക്ബർ എന്ന് അള്ളാഹിനെ പുകഴ്ത്താനും, അതുപോലെ തന്നെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റുകളൊക്കെ. അപ്പോൾ ഈ ദിക്റുകളൊക്കെ ജീവിതത്തിൽ കൂടുതൽ നമ്മൾ പാലിക്കാൻ, പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരങ്ങളൊക്കെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ പരലോകത്ത് വരുമ്പോൾ ഇയാളേക്കാൾ നല്ല വേറെ മനുഷ്യൻ ഉണ്ടാവില്ല, ഇതിനേക്കാൾ അപ്പുറത്ത് പറഞ്ഞ ആളല്ലാതെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 വട്ടം പറയാൻ ഒരു 5 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വേണ്ട. സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 പ്രാവശ്യം പറയാൻ ഒരു 5 മിനിറ്റ് വേണ്ട തേച്ച്. മനസ്സിലായില്ലേ? ഒരു 2-3 മിനിറ്റ് മതി. അപ്പോൾ ആ 2-3 മിനിറ്റ് കൊണ്ട് സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 പ്രാവശ്യം പറഞ്ഞാൽ അയാളേക്കാൾ പരലോകത്ത് നല്ല മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. വേറെ ഒരാൾ 100ന് അപ്പുറത്തേക്ക് പറഞ്ഞെങ്കിലല്ലാതെ. മനസ്സിലായില്ലേ? അതൊക്കെ അള്ളാഹിനെ പുകഴ്ത്തുന്ന ദിക്റുകൾ ധാരാളമായി ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. രാവിലെയും വൈകുന്നേരം ദിക്റുകൾ ഇതാണ് സൂചിപ്പിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെല്ലാവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും. അതല്ല ഞാൻ പറഞ്ഞ കുഫർ. അതിന് മേലെങ്ങനെ കയറി വെച്ചാൽ വൻപാപങ്ങൾ എണ്ണുമ്പോൾ ശിർക്ക് എണ്ണും. പക്ഷെ ശിർക്കിനേക്കാളും, കാരണം ശിർക്കാണ് ആ ലോകത്ത് അധികം ആൾക്കാർ ചെയ്യുന്നത്. മാത്രമല്ല ശിർക്കിനെ കുഫർ നോക്കിക്കോ, ഈ ശിർക്കിലും എന്തുണ്ട്? കുഫറുണ്ട്. ഒരാൾക്ക് ശിർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആൾ കുഫർ ചെയ്യണം. കുഫർ ചെയ്യാതെ ശിർക്ക് ചെയ്യാൻ കഴിയും? അള്ളാഹുവിൽ പങ്കു ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വഹദാനിയത്തിനെ നിഷേധിച്ചില്ലേ? കുഫർ എന്ന് പറഞ്ഞ നിഷേധമാണ്. അള്ളാഹുവിന്റെ വഹദാനിയത്തെ നിഷേധിച്ചാലേ കാഫിറാകാൻ കഴിയുള്ളൂ. അതിനേക്കാൾ അപ്പുറത്താണ് അള്ളാഹുവിന്റെ പേരിലുള്ള കളവ് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് ഇടപെടുന്നതിന് അള്ളാഹുവിന് ചില സുന്നത്തുകളുണ്ട്. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയാണ് വഹി കൊടുക്കുക. അതേസമയത്ത് മൂസാ നബിയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഭൂമി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് അള്ളാഹു അതന്നെ അടുത്ത ആയത്തുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അടുത്ത ആയത്തിന് ആ മറുപടി. അടുത്ത ആയത്ത് അള്ളാഹു ചെയ്യുന്നതിനെ പറ്റി എന്തില്ല? ചോദ്യമില്ല. നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ചോദ്യം. ഇപ്പൊ നമ്മള് ഉദാഹരണം പറയാം, അല്ല ബുദ്ധി ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അവിടെ അല്ല, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ
അള്ളാഹിനെ കണ്ടെത്താനേ ബുദ്ധി ഉപയോഗിക്കണം. അള്ളാഹിന്റെ പ്രവർത്തനത്തെ പറ്റി ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ജിബ്രീലിനെ അയച്ചു, എന്താ മീക്കായിലിന് ഖുർആൻ കൊണ്ട് അയച്ചുകൂടെയിരുന്നു. അത് ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ എന്താ കാബ സൗദി അറേബ്യ കൊണ്ടാക്കി, എന്താ ഇന്ത്യയിലാക്കാഞ്ഞ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവില്ലേ? സൗദി അറേബ്യ പൊതുവെ ജനസംഖ്യ കുറവുള്ള രാജ്യമാണ്. ഇന്ത്യയും മലേഷ്യയൊക്കെ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണ്. അവിടെ കൊണ്ടുപോയിക്കാണ്ട് കാബ ഉണ്ടാക്കി കൂടുതൽ. എന്നിട്ട് നമ്മൾ ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞ മേഖലകള് ഒന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പുകള്, പിന്നെ അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് എന്താ ചിന്തിക്കേണ്ടത്? ഇത് അള്ളാഹുവിന്റെ സൃഷ്ടി